നമ്മൾ ഏതൊരു മേഖലയിൽ നിന്നാലും അവിടെ ശോഭിക്കണം, എന്നാലേ നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുള്ളൂ. പല കാര്യങ്ങൾ ഇടപെട്ട് ഒന്നിലും ശ്രദ്ധിക്കാൻ വയ്യാതെ പോകുന്ന ഒത്തിരി പേരുടെ നടുവിൽ ഒരു കാര്യത്തിലേ ഇടപെട്ടിട്ടുള്ളൂ എങ്കിൽ പോലും അതിലങ്ങ് പരിധിക്കപ്പുറത്ത് അസാധാരണമാം വിധം സക്സസ് ആകുന്ന ഒരു വിളി നിങ്ങളുടെ പേരുണ്ട്. അത് കണ്ടെത്തി ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കും. നിങ്ങൾ തൊടുന്ന പല കാര്യങ്ങൾ ചെയ്ത് ഒന്നിലും സക്സസ് ആയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഇനി പ്രാർത്ഥനയോടെ വെക്കുന്നൊരു ചുവട് നിങ്ങൾക്ക് തികവായി തീരും. അതിൽ നിങ്ങൾ ശോഭിക്കും, അത് തെളിയും. എണ്ണയിട്ട് കത്തുന്നൊരു തിരി പോലെ അത് ഇരുട്ടിൻ്റെ നടുവിൽ ശോഭിപ്പാൻ പോവുക കേട്ടോ. ഇന്ന് പല മേഖലകൾക്കകത്ത് നിൽക്കുന്ന അനേകരുടെ ലൈഫിൽ കർത്താവിൻ്റെ ആത്മാവ് വളരെ പവർഫുള്ളായിട്ടൊരു ആലോചന നൽകിയാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ ദൈവിക ദൂതിലേക്ക് ഞാൻ പ്രാർത്ഥനയോടെ കടക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പനേരം യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാൻ കേട്ടോ. അത് വലിയൊരു വിടുതലാവും, ഭയങ്കരമായൊരു അനുഗ്രഹമായി തീരും. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ, നിരാശകൾ ഇപ്പോൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം പരിഹരിപ്പാൻ പോകുന്ന ദിവസമാണിത്. കർത്താവ് കാര്യങ്ങൾക്കകത്ത് ക്രമീകൃതമായൊരു അനുഗ്രഹം ചൊരിയാൻ പോകുന്നു. പ്രവചന ദൂതിലേക്ക്, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാൽ എഴുതപ്പെട്ട യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ ഞാൻ വായിക്കട്ടെ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു. ഇന്ന് രാവിലെ ഈ ദൂതിനകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായൊരു കാര്യം പ്രതിപാദിക്കുന്നു. നീ ആയിരിക്കുന്ന ജീവിത പരിസരത്തിൽ ഒന്നിലും ശോഭിപ്പാൻ കഴിയാതെ ലൈഫിൻ്റെ സമസ്ത മേഖലകളും ഇരുളടഞ്ഞു പോയൊരു വേദനിക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നതെങ്കിൽ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു. ഇരുട്ടിനെ നീക്കുന്ന ഒരു സത്യവെളിച്ചത്തിൻ്റെ സ്പർശനം നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ഒരുപാട് കാലം വഴിവിളക്കുകളില്ലാതിരുന്ന ഞങ്ങളുടെ ഗ്രാമീണ പാതയിൽ വർഷങ്ങൾക്ക് പുറകിൽ ഇലക്ട്രിസിറ്റി വന്നത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ആ വഴിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഭൂതബാധ, കണ്ണ് കെട്ടിക്കൊണ്ട് പോവുക, പ്രേതം അടിച്ചിടുന്നു, ഇങ്ങനെയൊക്കെയുള്ളതായ പല അപഖ്യാതികളും മിത്തുകളും മെല്ലെ 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 അങ്ങ് പോയി. കാരണം പ്രേതക്കഥകളേക്കാൾ തെരുവ് വിളക്കിന് ശക്തിയുണ്ടെന്ന് പിന്നീട് ഞങ്ങൾ അറിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ആ വഴി പോയാൽ അത്യാഹിതങ്ങൾ സംഭവിക്കുമെന്നുള്ള പലരുടെയും വാമൊഴികൾക്ക്, തെരുവ് വിളക്കുകൾക്ക്, സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പവർ ഉണ്ടെന്നുള്ളത് പിന്നെ പിന്നെ തെളിയാനിടയായി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ജീവിതത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ചില ശാപത്തിൻ്റെ വാക്കുകൾ, എവിടെയൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാതെ പോകുന്ന വിധത്തിൽ ജീവിതത്തിൽ ഇരുട്ട് പിടിമുറുക്കുന്ന ചില വല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ സത്യവെളിച്ചമായി യേശു ക്രിസ്തു പ്രകാശിക്കുന്നതോടുകൂടെ അതൊക്കെ ഒരു പഴങ്കഥകളായി പോവുകയും കർത്താവിൻ്റെ അത്ഭുത പ്രകാശത്താൽ ഉണ്ടാകുന്ന പുതിയ സ്ഥിതിവിശേഷം നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള ഗ്രാഫിനെ ഉയർത്തുകയും ചെയ്യും. നിങ്ങളൊരു ചിത്രകാരനായിരിക്കാം, ഗായികയായിരിക്കാം, പാചക വിദഗ്ധനായിരിക്കാം, വിദ്യാർത്ഥിയായിരിക്കാം, അഡ്വക്കേറ്റ് ആയിരിക്കാം, ഡോക്ടറായിരിക്കാം, ഏത് ലൈഫിൻ്റെ മേഖലയിൽ നിലകൊള്ളുന്ന ആളാണെങ്കിലും നിങ്ങളായിരിക്കുന്ന മേഖലയിൽ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ഒരു പ്രകാശമുള്ള വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചുകൊള്ളുക. കർത്താവ് നിന്നെ അങ്ങനെ ആക്കാൻ പോകുന്നു. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയാതെ, വേണ്ട വിധമൊന്നും ശ്രദ്ധിക്കപ്പെടാൻ പറ്റാതെ എവിടെയൊക്കെയോ വഴിയടഞ്ഞു പോയ ചിലരുടെ വാതിലുകളെ കർത്താവ് ദൂതിന് നടുവിൽ തുറക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ ലൈഫിനെ തെളിമയുള്ളതാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ റിഫ്ലക്ടറുകൾ എന്ന് പറയുന്നൊരു സാധനം കാണാൻ കഴിയും. കാരണം അപകടകരമായിരിക്കുന്ന ആ ഒരു ബോർഡർ ലൈനിൽ അത് ചുവന്ന കളറിലും നമുക്ക് ആരോഗ്യപരമാം വിധം, സുരക്ഷാപരമാം വിധം വാഹനം ഓടിക്കാൻ കഴിയുന്ന സ്റ്റൈലിൽ അത് വെള്ള നിറത്തിലുമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മഞ്ഞ കളറിലുണ്ട്, സ്ഥലങ്ങൾ ബോധ്യപ്പെടുത്താൻ ഗ്രീൻ കളറിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതായ വിവിധ സൂചനാ ബോർഡുകൾ നമുക്ക് രാത്രിയിലും കാണാൻ കഴിയുന്ന റിഫ്ലക്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിനാലാണ്. അതിൻ്റെ അർത്ഥം അത് സ്വയമേ പ്രകാശിക്കുന്നതല്ല, ഒരു പ്രകാശം അതിലേക്ക്, നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അതിലേക്ക് ചെന്ന് വീഴുമ്പോഴാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ സ്വതവേ ഇരുട്ടിലായി പോകുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അഭിമുഖമായി യേശുവിൻ്റെ സത്യം കടന്നു വരുമ്പോഴാണ് നമ്മൾ പ്രകാശമുള്ളവരായി മാറുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് നമ്മളുടെ കഴിവുകളെയും ജീവിതത്തിൻ്റെ സാധ്യതകളെയും പ്രദർശിപ്പിക്കാൻ സാധ്യമായി തീരുന്നത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചം ഒരു പുതിയ മാനം സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ
മേൽ അനേകരുടെ ശ്രദ്ധ ആകർഷിക്കും വിധം കർത്താവ് നിങ്ങളുടെ സാഹചര്യങ്ങളെ തൊടാൻ പോവുകയാണ്. തീർന്നില്ല കേട്ടോ. സത്യ വെളിച്ചം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുകൊണ്ട് പറയാം. യേശുക്രിസ്തു ഒരാളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നയാളല്ല. ഒരാളുടെ ജീവിത സാഹചര്യത്തിൽ അയാൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സാഹചര്യങ്ങളെ ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം വന്ന് കടന്നു പോകുന്ന ഒരാളല്ല. യേശുക്രിസ്തു അതിനതീതമായിരിക്കുന്ന ഒരു വലിയ ദൗത്യവുമായിട്ടാണ് കടന്നു വരുന്നത്. സൂര്യപ്രകാശത്തിൽ എല്ലാവരും പാചകം ചെയ്യുന്നുണ്ടാകും, യാത്ര ചെയ്യുന്നുണ്ടാകും, തുണി ഉണങ്ങുന്നുണ്ടാകും, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. എന്നാൽ ഇതിനതീതമായിരിക്കുന്ന ഏതൊക്കെയോ വൻ കാര്യങ്ങൾ ഈ സൂര്യ വെളിച്ചം കൊണ്ട് പ്രപഞ്ചത്തിൽ നടക്കുന്നില്ലേ? നമുക്കറിയാം, സൗരയൂഥത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സൂര്യോദയാസ്തമനങ്ങളാൽ നിബിഡമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കാലാവസ്ഥ കൃത്യമായി നടക്കുന്നത്, രാത്രിയും പകലും മഴയും ഉണ്ടാകുന്നത്, വൃക്ഷലതാദികൾ വളരുന്നത്. എന്നാൽ ഈ പറയപ്പെടുന്ന സൺലൈറ്റ് ഇല്ലാത്തതിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ പോലും പല വിധത്തിലുള്ളതായ രോഗസാധ്യതകളായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തു എന്ന് പറയുന്ന സത്യവെളിച്ചത്തിൻ്റെ കീഴിൽ അനേകർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, വിടുതൽ പ്രാപിക്കുന്നുണ്ട്. പക്ഷേ അതല്ല യേശുവിൻ്റെ കടന്നുവരവിൻ്റെ യാഥാർത്ഥമായ ഉദ്ദേശം. യേശു നൽകുന്ന ഏറ്റവും ആത്യന്തികമായ വെളിച്ചം നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിന് തന്നെ കർത്താവ് ഒരു അർത്ഥം തരികയാണ്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യം മനസ്സിലാക്കുക. യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് നിത്യമായിരിക്കുന്ന ജീവൻ്റെ അനുഗ്രഹമാണ്. അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം. ഞാൻ ഒന്ന് തുണി അലക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇന്ന് അതെങ്ങനെ ഉണങ്ങുമെന്ന് ഓർത്തപ്പോഴാണ് സൂര്യൻ ഉദിച്ചതെന്ന് ഒരു വ്യക്തി പറയുന്നത് പോലെയാണ് യേശുക്രിസ്തുവിലൂടെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ഞാൻ വില കുറച്ച് കാണിക്കുകയല്ല, അതൊക്കെ അനിവാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് കർത്താവായ യേശു നൽകുന്ന ഏറ്റവും വലിയ ഊർജ്ജം സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുവിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജം നിത്യജീവനാണ്. യേശുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. അതിനെ നാം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ദൈവം നമുക്കൊരു അന്യനായി നിൽക്കുന്ന ഒരു സാഹചര്യം, ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പുള്ളി, ഒരു ആകാശ പൗരൻ, നമുക്കാർക്കും വലിയ കണക്ഷനൊന്നും ഇല്ലാത്ത ഒരാൾ, ഇങ്ങനെ നിൽക്കുന്നതായ ആ ഒരു ഫോർമാലിറ്റിയിൽ മാത്രം നിബിഡമായിരിക്കുന്ന ഒരു ബന്ധത്തെ യേശു അങ്ങ് പൊളിച്ചിട്ട് അതിനകത്ത് നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇടപെടുന്നത് പോലെയുള്ള ഹൃദ്യമായൊരു ബന്ധാവസ്ഥ യേശു അതിനകത്ത് രൂപപ്പെടുത്തി. ആ ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ആലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു പ്രകാശിപ്പിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തെയാണ്. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് കർത്താവ് ഒന്നാമതായിട്ട് പ്രകാശമയമാക്കുന്നത്. ഇരുട്ട് വീണു പോയ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വഴികളിലെ തെളിയിക്കുന്ന യാഥാർത്ഥമായിരിക്കുന്ന വഴിവിളക്കാണ് കർത്താവായ യേശു. രണ്ടാമത്, നമുക്ക് പലപ്പോഴും ജനിച്ചു, ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു, എന്തായി തീരുമെന്നൊന്നും വലിയൊരു പ്രതീക്ഷയൊന്നും കാണത്തില്ല. എന്നാൽ ആ ഒരു ചോദ്യത്തിൻ്റെ യാത്രയുടെയൊക്കെ മുമ്പിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യബോധമാണ് നിത്യത എന്ന് പറയുന്നതായി ബോധ്യം. യേശു കർത്താവ് നമ്മളോട് പറയുന്നു, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കും, മരിച്ചാലും അവൻ ജീവിക്കും. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മരണത്തിനും കൊണ്ട് തീരുന്നതല്ല, മരണത്തിന് ശേഷവും തുടരുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയില്ല. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ യേശുവിൽ ചേരും, ഞാൻ എൻ്റെ കർത്താവിനോടുകൂടി ആയിരിക്കും, ഈ ഒരു ഉറപ്പ് ഒരു വ്യക്തിക്ക് അനുഭവിപ്പാൻ കഴിയുന്നത് കർത്താവായ യേശു അവരുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവും നാഥനും ദൈവവുമായി വാഴുമ്പോഴാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് കിട്ടുന്ന ഈ ഒരു ദൈവികമായ ബന്ധം, പുത്രത്വ അനുഭവം, അതുകൂടാതെ നിത്യജീവൻ്റെ സന്തോഷവും നിത്യമായിരിക്കുന്ന ഒരു ജീവിത ആനന്ദവും മരണാനന്തരമുള്ളതായ ഈ ഒരു ആഹ്ലാദം, ഈ ഒരു അവസാനിക്കാത്ത ലൈഫിൻ്റെ ഒരു ഉടമസ്ഥനായി തീരാനുള്ളതായ പരമമായ ഭാഗ്യം, ഇതാണ് യേശുക്രിസ്തുവിലൂടെ കിട്ടുന്നതായ വെളിച്ചങ്ങളിലെ രണ്ടാം ഭാഗം. മൂന്നാമത്, നമ്മളൊക്കെ നമ്മുടെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ, ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം പലപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പാർട്ട്ണർ, ഇവരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളെ അലങ്കരിക്കുന്നവർ. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങൾ വരും. അതൊരു പക്ഷേ കയ്യിൽ പണം തീർന്നാൽ പലപ്പോഴും പല ബന്ധങ്ങളുടെയും വില നമ്മൾ തിരിച്ചറിയും, അല്ലേ? അതുവരെ നമ്മളെ ചേർത്ത് പിടിച്ചവരൊക്കെ നമ്മളൊരു ബാധ്യതയാണെന്നുള്ളതിൽ അവർ നമ്മളെ മെല്ലെ മെല്ലെ മാറ്റി നിർത്താൻ തുടങ്ങും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെയും നമ്മൾ അറിയുന്ന ലൈഫിലെ ഏറ്റവും മികച്ച കമ്പാനിയൻ ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ആൻസർ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ലൈഫിനെ പ്രകാശമയമാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ യേശു നൽകുന്ന ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന പ്രകാശം ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ളതായ ജീവിതാനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത്, എനിക്കെന്തിനാണ് യേശു പരിശുദ്ധാത്മാവിനെ നൽകിയത്? എനിക്ക് പ്രവചിക്കാനാണ്? അല്ല.
എനിക്ക് രോഗശാന്തി ശുശ്രൂഷ നടത്താനല്ല എനിക്ക് പരിശുദ്ധാത്മ നൽകിയത്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായ ഒരു അനാഥത്വം അനുഭവിക്കുന്നവനാണ്. എനിക്ക് എല്ലാവരും ഉള്ളപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ആ ഒരു ഒറ്റപ്പെടലിൻ്റെ നടുവിൽ മോനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, കുഞ്ഞെ ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. നിൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും മോനെ ഞാനത് നികത്തും, ഞാൻ നിന്നെ പവർഫുള്ളാക്കും. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ എനിക്ക് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷ കൊണ്ടുപോകാൻ പറ്റുകയില്ല. എനിക്ക് ഇത്ര എനർജറ്റിക് ആയിരിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ വരുന്ന 2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാനത് തളർന്നു പോകും. എന്നാൽ മുമ്പിൽ 1000 പേരുണ്ടെങ്കിലും 1000 പേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കഴുത്തിന് ശ്വാസമുള്ള കാലത്തോളം ദൈവത്തെ ശുശ്രൂഷിപ്പാൻ തക്കോതോ എനിക്കൊരു ബലം കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്ക് സെമിനാരിയിൽ നിന്ന് കിട്ടിയതല്ല, അതെനിക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതല്ല, അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഓരോ ദിവസം ഈ ദൂത് തയ്യാറാക്കുക, നിങ്ങളുടെ മുമ്പിൽ വരിക, ഈ പ്രസൻറ്റ് ചെയ്യുക, ശുശ്രൂഷിക്കുക, ഇതൊന്നും ഒരു സാധാരണ മനുഷ്യൻ്റെ ദിനചര്യയിൽ പറ്റുന്ന കാര്യമല്ല. പലരും ചിന്തിക്കുന്നില്ല ഇതൊക്കെ സിമ്പിളല്ലേ? സിമ്പിളല്ല, വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളതായൊരു യാത്രയ്ക്കകത്ത് എനിക്കിതിന് ബലം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ശക്തിയുടെ സൗന്ദര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തരാകും. എന്തിനൊക്കെ ശക്തരാകും? എൻ്റെ സാക്ഷ്യത്തിനായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് എവിടെയും തരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിൻ്റെ ബലത്തിൻ്റെ പങ്കാളികളാക്കി തീർക്കുകയാണ്. ഇന്ന് നിങ്ങൾ ബലഹീനരാണെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക് ഞാനും ചേർന്ന് പറയാം, എൻ്റെ യേശുവാണ് എൻ്റെ ശക്തി. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മുഖാന്തരമാണ് എനിക്കെല്ലാം കഴിയുന്നത്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ശക്തി യേശുവാണേ, നമ്മുടെ ബന്ധങ്ങളുടെ ശക്തി യേശുവാണേ. നമ്മളൊക്കെ ഇത്രയ്ക്കല്ലേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് നമ്മളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ആരും ഒന്ന് രാവിലെ വിഷമിക്കേണ്ട. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ആരും സങ്കടപ്പെടേണ്ട. യേശു നിങ്ങളെ സഹായിക്കും, കർത്താവ് നിങ്ങളെ ഉയർത്തും. ഈ ബൈബിൾ വചനം നമ്മളോട് അതാ പറയുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. നിങ്ങൾ ദൈവവുമായി ബന്ധം ഉണ്ടാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യതയുടെ സന്തോഷത്തെ സ്വീകരിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ബലം കണ്ടെത്തുക. അതാ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലമാക്കി തീർക്കാൻ, ബലപ്പെടുത്താൻ, അവൻ നിങ്ങളിൽ വസിപ്പാൻ നിങ്ങൾ അനുവദിക്കുക. 4-മത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ബന്ധമാണ്. അതൊരു വലിയ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ. യേശു ക്രിസ്തു എന്ന് പറയുന്നതായ അതുല്യമായ വെളിച്ചം നമുക്ക് നൽകിയിരിക്കുന്ന ഒരനുഗ്രഹമാണത്. കൂട്ടായ്മയുടെ സന്തോഷം. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒറ്റപ്പെട്ടവരായിരിക്കാം, സൊസൈറ്റിയിൽ നിങ്ങൾ തനിച്ച് നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സഭ അങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. എത്ര തകർന്നു പോയുന്നവരെയും, എത്ര ബന്ധിക്കപ്പെട്ടവരെയും, ജീവിതത്തിൽ എത്രമാത്രം ഒലിഞ്ഞു പോകുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭയാണ്. നിങ്ങൾ വരൂ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം, യേശുവിൻ്റെ ഉപദേശങ്ങൾ, യേശുവിൻ്റെ മാതൃകകൾ, യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ ലോകത്ത് അനേകം മനുഷ്യരെ പ്രകാശമുള്ളവരാക്കിയത് യേശുവിൻ്റെ ആദർശങ്ങളാണ്. ഞാൻ അറിയുന്ന ക്രിസ്തു എന്നുള്ള മഹാത്മാഗാന്ധിയുടെ രചന ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അഹിംസ എന്ന് പറയുന്ന ആശയത്തിലേക്ക് മഹാത്മാഗാന്ധിജി പോകുവാൻ തന്നെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ആദർശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ, എനിക്കിങ്ങനായി തീരണമെന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാക്കാൻ തക്ക വിധം ഇന്ന് ലോകത്തൊരു മനുഷ്യനെ ഏറ്റവും ശക്തമായി ട്രാൻസ്ഫോം ചെയ്യുന്ന, ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഗുരുവഴികൾ കർത്താവായ യേശുവിൻ്റെതാണ്. അവൻ ഏതും മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലൈറ്റ് അല്ല, ചാർജ് തീരുന്ന ടോർച്ചല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പവർ ഹബ്ബുകൾ ഓഫാകുന്ന സമയത്ത് പവർ സ്റ്റേഷനുകളിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കിട്ടാതെ വരുമ്പോൾ അന്ധകാരത്തിൽ വീടുകളായി പോകുന്ന ഗതികേടിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നതല്ല കർത്താവായ യേശു എന്ന പ്രകാശം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഏത് മനുഷ്യനെയും എവിടെയും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും പ്രകാശമുള്ളവനാക്കി നിർത്തുന്ന അതുല്യമായ ഊർജമാണ്. യേശുവിനെ അങ്ങനെ അനുഭവിക്കാൻ കഴിയണം. എൻ്റെ ബലമാണ് യേശു, എൻ്റെ ശക്തി. ഞാനിങ്ങനെ ആയിത്തീരുന്നതിൻ്റെ പുറകിൽ ഒരു സൂപ്പർ ബ്രെയിനുണ്ട്, ഒരു മാസ്റ്റർ ബ്രെയിനുണ്ട്. എനിക്കിങ്ങനെ വളരാൻ കഴിയുന്നതിൻ്റെ പുറകിൽ എനിക്കൊരു ശക്തി കേന്ദ്രമുണ്ട്. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ പവർ യേശുവാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ ബലം യേശുവാണെന്ന് നിങ്ങളൊന്ന് പ്രഖ്യാപിച്ച് നോക്കിയേ. ലെവല് മാറും, ഭയങ്കരമായ ലെവല് മാറും. നിങ്ങൾക്ക് ഒരു മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് കീ ഞാൻ തരാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സമപ്രായക്കാരും നിങ്ങളുടെ സഹവൃത്തിരുമായിരിക്കുന്ന നിങ്ങളുടെ എന്നാ പറയുക ഒപ്പം ജോലി ചെയ്യുന്നവരുടെ സഹപ്രവർത്തകരോട് നിങ്ങളൊരു കാര്യം പറയുക. ഞാൻ എൻ്റെ ജോലിയിൽ മികച്ചതാകുന്നതിൻ്റെ കാരണം ജീസസ് ആണെന്ന് പറയുക. നിങ്ങളുടെ ജോലിയിൽ ഒരു ക്രൗൺ നിങ്ങൾ പോലും അറിയാതെ രൂപപ്പെടാൻ തുടങ്ങും അന്ന് മുതൽ. എൻ്റെ പഠനത്തിൻ്റെ മികവ് യേശു നിമിത്തമാണെന്നൊരു വിദ്യാർത്ഥി പറഞ്ഞാൽ അവൻ എത്ര പുറകിലാണെങ്കിലും
വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലങ്ങളിൽ ആ വ്യക്തി ശോഭിപ്പാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്തും യേശു നിമിത്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ചുമ്മാ പറയലല്ല, അനുഭവിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ, എന്നെ പ്രകാശിപ്പിക്കുന്നതിൻ്റെ യേശുവാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസണെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു മഹാപ്രതിഭാധനനാണ് ആ വ്യക്തി. സഞ്ജു ഈ കഴിഞ്ഞ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ വിജയത്തിലേക്ക് നയിക്കാൻ ദൈവം ഒരു അവസരം നൽകി. ആ സമയത്ത് പൊതുസമക്ഷത്ത് എല്ലാവരും കാണുക അയാൾ മുട്ടുകുത്തി നിന്ന് കർത്താവിന് നന്ദി പറയുന്നൊരു രംഗം വേൾഡ് വൈഡായിട്ട് അത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു മാതൃകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഉയർത്തുന്നത് യേശുവാണ്. നമ്മൾ ഇത്രയും ശോഭിപ്പാൻ കാരണം, എനിക്കിത്രയും എക്സ്പോഷർ എൻ്റെ ലൈഫിൽ കിട്ടിയതിൻ്റെ റീസൺ യേശുവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോൾ അവിടെ ലെവൽ മാറും. എൻ്റെ കർത്താവ്, അങ്ങാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യമെന്ന് നിങ്ങളുടെ കടയുടെ മുമ്പിൽ നിന്ന് 4 ആൾ കേൾക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്കൊരു ക്രിസ്തീയ സാക്ഷ്യം നിങ്ങളായിരിക്കുന്ന എവിടെയും ഉയർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ ബലത്തിൽ നിന്ന് വരുന്നതല്ല. യേശുവിനെ ഒരുവൻ ആത്മാർത്ഥമായി സാക്ഷീകരിക്കണമെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് വേണം. ഞാനത് വ്യക്തമായിട്ട് പറയും. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ പാസ്റ്റർ ആണോന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നിങ്ങളൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരിക്കാം. പാസ്റ്റർ സാധാരണ മനുഷ്യരൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അവരുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന മേഖല ആത്മീയതയായതുകൊണ്ട് അവരത് പ്രസംഗിക്കും. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങളൊരു നോർമൽ വ്യക്തിയായി, ഓർഡിനറി വ്യക്തിയായി, ഈ മേഖലയിലൊന്നും അധികം ഇൻവോൾവ് ആകാത്ത ഒരാളായിട്ട് നിൽക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം യേശു നിമിത്തമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാലാണ്. അതിനുള്ള ശക്തി നിങ്ങളുടെ മേൽ വരുന്നത് നിങ്ങളുടെ സ്വന്തം ഇച്ഛയിൽ നിന്നല്ല, അത് ഹോളി സ്പിരിറ്റിനാൽ ഡിസൈൻ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഞാൻ സാക്ഷിയായിരിക്കും. ഞാൻ യേശുവിനെ മഹത്വീകരിച്ചിരിക്കും. എൻ്റെ കർമ്മം മണ്ഡലത്തിൽ ഞാൻ എൻ്റെ യേശു നിമിത്തം ഞാൻ എൻ്റെ കർത്താവിനൊരു ആരാധനയായി മാറിയിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ശോഭ കുറഞ്ഞു പോയെങ്കിൽ, പഠനം പിന്നിലായി പോയെങ്കിൽ, തോറ്റുപോകുന്നുണ്ടെങ്കിൽ, വിജയിക്കാതെ ബിസിനസ്സിൽ തകർന്നു പോകുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷയ്ക്കൊരു ശക്തിയില്ലാതെ പോകുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഉയർത്തി നോക്കിക്കേ. അവിടുന്ന് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് ഗംഭീരമായിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സ്വർഗത്തിലെ അപ്പാ, അങ്ങയുടെ പൊന്നു പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനും ഞങ്ങളുടെ ജീവനും ഞങ്ങൾക്ക് എല്ലാമായ ഞങ്ങളുടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പേ, അങ്ങയുടെ പാദപീഠത്തോട് അടുത്ത് വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദൂത് കേട്ടപ്പോൾ എനിക്കും എൻ്റെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം, എനിക്ക് യേശുവിൻ്റെ സാക്ഷിയായി തീരണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് എനിക്കത് സാധിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ആ തീരുമാനത്തിൽ അവരവരായിരിക്കുന്ന മേഖലയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഹൃദയം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും സ്തോത്രം. ഇവരെ എല്ലാവരെയും വലിയവനായ യേശു മിശിഹായുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ തിരുസാന്നിധ്യം അങ്ങയുടെ മക്കളോട് കൂടെ ഇരിക്കും. ഈ ദിവസത്തെ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും വിജയങ്ങളാക്കി തീർക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.